ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ പോലും ഓൾഡ് ഏജ് ഹോമിൽ പാരൻസിനെ കൊണ്ടാക്കിയിട്ട് നാട് വിട്ടു പോവാ, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലുള്ളവർ തന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ പാരൻസിനെ കൊണ്ടേക്ക്. അപ്പൊ ആ ഒരു സംഭവം എന്താ സുനിൽ ചേട്ടന്റെ അഭിപ്രായം? അങ്ങനെ ഒരു അല്ല, നമ്മളൊരു പണ്ടൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. പിന്നെ സമൂഹം മാറി, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ അണുകുടുംബമായി നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടി, നമ്മുടെ പട്ടി ഒക്കെ എന്ന ഒരു ചെറിയൊരു സർക്കിൾ മാത്രമേ. ഈ സർക്കിളിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ അയാൾക്ക് പിന്നെ അയാളുടെ അയാളുടെ പട്ടിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇറ്റ്സ് നാച്ചുറൽ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷേ വളരെ എന്താ പറയുക, അതൊരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. പക്ഷേ പ്രാക്ടിക്കൽ അപ്പോൾ ഈ സിനിമ ആവശ്യപ്പെടുന്ന പോലെ വിദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മളെവിടേക്ക് നമ്മൾ 3 രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇന്ത്യയിൽ, നാട്ടിൽ, പിന്നെ അമേരിക്കയിലുണ്ടായിരുന്നു, പിന്നെ അയർലൻഡിൽ. അങ്ങനെ 3 രാജ്യങ്ങൾ നമ്മൾ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ വിദേശത്തുള്ളവരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് അവിടെ ഇങ്ങോട്ട് നമ്മൾ ഷൂട്ടിങ്. അപ്പം ഇങ്ങനത്തെ സമയത്ത് നമ്മുടെ അഭിപ്രായം വന്നിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴും അച്ഛനും അമ്മയും നമുക്ക് ഒപ്പുണ്ടാവണം, നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹം തന്നെയാണ്. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ചില സമയത്ത് അത് അനിവാര്യമായി പോയിക്കുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ. ഇപ്പോൾ ഈ വിദേശത്ത് പോകുന്നത് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ചിന്തിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി പല പിള്ളേർക്കും കിട്ടാത്തതുകൊണ്ടാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കതിന് ഒരു കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് കുറ്റമായിട്ടല്ല നമ്മൾ പറയുന്നത് അതാണ് ആദ്യം പറയുന്നത്. നമ്മൾ വിദേശത്ത് പോകാതിരിക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തെ ബാധിക്കും, അവരുടെ സാമ്പത്തിക ഭദ്രതയെ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സാഹചര്യം നോക്കി അവരാണ് തീരുമാനിക്കേണ്ടത് വിദേശത്ത് പോകുക. അത് ആരായാലും, ഇപ്പോൾ നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും കൂടുതൽ കാശുണ്ടാക്കുക, നമ്മുടെ ജീവിതം കുടുംബം ഭദ്രമാക്കി കൊണ്ടുപോകുക, അതല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും കുറ്റമായിട്ടല്ല നമ്മൾ പറയുന്നത്. ആ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാ മാറുന്ന സാഹചര്യം അനുസരിച്ച് മനുഷ്യരായി നമ്മൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ആളുകൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ സിനിമയുടെ പറയുന്നത്. കരുതൽ എന്തായാലും ഇതൊരു അവസ്ഥയാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, ചില സമയത്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വീകരിക്കേണ്ട കരുതൽ എന്തായിരിക്കണം, അങ്ങനെ എന്തായിരിക്കണം നമ്മുടെ ഒരു വ്യൂ, അതാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്സ് പലതും നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ അച്ഛനമ്മ ഫീല് അങ്ങനെ. ബാക്കി എല്ലായിടത്തും സ്വതന്ത്രമായിട്ട് ഒരു പിള്ളേര് വിടുക, പാരന്റ്സ് അവരൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, അത്ര തന്നെയാണല്ലോ. ശരിക്കും നമ്മുടെ കൾച്ചറും ഒരു അതാ നമ്മൾ പറയണ കാലഘട്ടത്തിന്റെ മാറ്റം ആണ് നമ്മൾ സിനിമയിലൂടെ കൊണ്ടുവരുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ചില കാര്യങ്ങൾ നമ്മൾ മലയാളികൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ തിരിച്ചറിവുകൾ നമ്മൾ നമ്മുടെ രീതിക്ക് എത്തിക്കുന്നു. അത് എത്രമാത്രം എഫക്റ്റീവ് ആവും നമുക്കറിയാം. നമ്മൾ ആദ്യം ഞാനൊക്കെയാണ് ഡയറക്ഷനിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലില്ല, ഞാൻ പ്രൊഫഷണൽ നേഴ്സാണ്. പക്ഷെ നമ്മുടെ ഐഡിയ വെച്ച് അത് ഇവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് എല്ലാവരുടെയും കൂടെ ഇൻപുട്സ് നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മളോട് പറ്റുന്ന രീതിയിൽ ലിമിറ്റഡ് ടൈമിൽ ലിമിറ്റഡ് ടെക്നോളജീസ്, ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലിമിറ്റഡ് ആയിരുന്നു. അത് വെച്ച് നമ്മൾ ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു ഞാൻ സ്റ്റോറി. അപ്പോൾ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് കിട്ടിയത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് സ്ഥിരം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കൾക്ക്, എല്ലാവർക്കും മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, പക്ഷെ അവരെ കൂടുതലായിട്ട് കൺസേൺഡ് ആയി കാണുന്ന ചില ആളുകൾക്ക്, ഞാനൊക്കെ അങ്ങനെയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ പേരൻസിനൊക്കെ ചില കാര്യങ്ങൾ, അപ്പം ഒരു ദൂരെ, ഇപ്പോൾ നമ്മൾ കോട്ടയത്താണ്, അപ്പം തിരുവനന്തപുരത്തോ കോഴിക്കോടുള്ള ആർക്കെങ്കിലുമൊക്കെ ഒരു അപകടം പറ്റിയെന്ന് അമ്മമാർക്ക് അച്ഛന്മാർക്ക് നമുക്ക് സങ്കടം തോന്നാം. അപ്പം അങ്ങനെ അതേപോലത്തെ സംഭവം നമ്മൾ ദൂര സ്ഥലങ്ങളിൽ കണ്ടു വന്നിരുന്ന ചില കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു, എൻ്റെ നാട്ടിൽ നടന്നു. അത് കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് അത് മുമ്പോട്ടുള്ള ഒരു അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നുള്ള മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെക്കൊണ്ട് പറ്റുന്ന അതൊക്കെ ഉള്ളൂ. അല്ല, ആരും പോയി മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് കാണിച്ചു കൊടുക്കുക, ഒരു മെസ്സേജ് കൊടുക്കുന്നു, ബാക്കി സ്വീകരിക്കുക വേണ്ടത് അവരുടെ ഇഷ്ടം.